സുദിനം, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം. കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത കൂടി ഈ ദിനത്തിനുണ്ടല്ലോ. പരിശുദ്ധ അമ്മയുടെ സർവ്വാരോഹണ തിരുനാൾ ആഘോഷിക്കുന്ന പുണ്യദിനം. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും പരിശുദ്ധ അമ്മയുടെ സ്വാഭാരോഹണ തിരുനാളിന്റെയും മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. ഈ ദിനത്തിന്റെ പ്രത്യേകതകൾ അനുസ്മരിച്ചുകൊണ്ട് സെന്റ് ജോസഫ് ചുണ്ടക്കര അണിയിച്ചൊരുക്കുന്ന ആഘോഷ പരിപാടികൾ നമുക്ക് ആസ്വദിക്കാം. രംഗപൂജയുമായി എത്തുന്നു ആൻസിയ ആൻഡ് ടീം. കന്യകമേരിയമ്മേ കാവൽ മാലാഖമാരേ നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കന്യകമേരിയമ്മേ കാവൽ മാലാഖമാരേ നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ കന്യകമേരിയമ്മേ. സ്വർഗമൊരുക്കിയ സ്വർണാലയമേ, സ്രഷ്ടാവിന്നാലയമേ, പാലിക്കും ദൈവത്തെ പാലൂട്ടി താരാട്ടു പാടിയ പുണ്യതായേ. സ്വർഗമൊരുക്കിയ സ്വർണാലയമേ, സ്രഷ്ടാവിന്നാലയമേ, പാലിക്കും ദൈവത്തെ പാലൂട്ടി താരാട്ടു പാടിയ പുണ്യതായേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഗോവണി നീ, കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷതൻ അമ്മയും നീ. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഗോവണി നീ, കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷതൻ അമ്മയും നീ. ആവേ മരിയ, ആവേ മരിയ കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ കന്യകമേരിയമ്മേ.
നന്മ നിറഞ്ഞവളെന്നു മാലാഖ ചൊല്ലിയതെത്ര സത്യം. സാത്താന്റെ തന്ത്രങ്ങളെല്ലാം തകർക്കാൻ നിന്നോളം ആരു ശക്ത. നന്മ നിറഞ്ഞവളെന്നു മാലാഖ ചൊല്ലിയതെത്ര സത്യം. സാത്താന്റെ തന്ത്രങ്ങളെല്ലാം തകർക്കാൻ നിന്നോളം ആരു ശക്ത. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. താങ്ക് യു കൂട്ടുകാരെ. ഇന്നത്തെ ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്ത് സംസാരിക്കുവാനായി നമ്മുടെ ഇടവകയിലെ വിശ്വാസ പരിശീലന പ്രധാന അധ്യാപകനായ ജോർജ് കുട്ടി സാറിനെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ച, കൊച്ചച്ച, സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സ്വർഗാരോഹണ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും മംഗളങ്ങൾ നേരുന്നു. ഇന്ന് ആഗസ്റ്റ് 15. നാം ഇന്ന് ഭാരതത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ സുന്ദര നിമിഷത്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഭാരത മക്കളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മഹാത്മാക്കളെ നാം സ്മരിക്കുകയും അവർക്ക് പ്രണാമം അർപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നമുക്ക് മോചനം നൽകിയ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളും നാം ഇന്ന് ആഘോഷിക്കുകയാണ്. 1950 നവംബർ 1-ാം തീയതി പിയൂസ് 12-ാമൻ മാർപ്പാപ്പ മാതാവിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. ഈ ലോക ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ മാതാവിനെ ആത്മശരീരങ്ങളോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇതൊരു വിശ്വാസ സത്യമാണ്. ജെറുസലേമിൽ ആരംഭിച്ച ഈ തിരുനാൾ മാതാവിൻ്റെ ഉറക്കം, മാതാവിൻ്റെ കടന്നുപോകൽ, മാതാവിൻ്റെ സ്വർഗാരോപണം എന്നിങ്ങനെ വിവിധങ്ങളായി അറിയപ്പെടുന്നു. ഈ ദിനത്തിൽ നമ്മെ പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അമ്മ പറയുന്നു, നിങ്ങൾ അനുദിനം ജപമാല ചൊല്ലുവിൻ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുവിൻ. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് അമ്മയെ മുറുകെ പിടിക്കാം. അമ്മയിലൂടെ ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് വളരുകയും ചെയ്യാം. ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനത്തിൻ്റെയും സ്വർഗാരോപണ തിരുനാളിൻ്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട ജോയി പുല്ലങ്കുന്നേൽ അച്ഛനാണ്. അച്ഛനെ സ്നേഹപൂർവ്വം ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം നമ്മുടെ ഈ മീറ്റിംഗിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് മാനന്തവാടി രൂപതയുടെ മതബോധന ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് കാട്ടുതുരുത്തി അച്ഛനാണ്. അച്ഛനെയും നമുക്ക് സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യാം. കൂടാതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ സന്തോഷച്ചൻ, അച്ഛനെ നമുക്ക് സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യാം. കൂടാതെ മിഷൻ ലീഗിൻ്റെ ഭാരവാഹികൾ, സിസ്റ്റേഴ്സ്, മതാധ്യാപകർ, പ്രോത്സാഹിച്ച് നൽകുന്ന മാതാപിതാക്കൾ, പ്രിയപ്പെട്ട കുട്ടികൾ, എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ചുണ്ടക്കര ഇടവകയെ നയിക്കുന്ന ശക്തമായ കരങ്ങൾ, പ്രതികൂല സാഹചര്യത്തിൽ ഇടവക ജനതയെ ചേർത്തു പിടിക്കുന്ന ബഹുമാനപ്പെട്ട ജോയി പുല്ലങ്കുന്നേൽ അച്ഛനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാനായി ക്ഷണിക്കുന്നു. സിസ്റ്റേഴ്സ്, ഹെഡ് മാസ്റ്റർ ജോർജ് സാറെ, പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഇന്ന് ആഗസ്റ്റ് 15 ഭാരതത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യ ദിനവും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളും സംയുക്തമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന പുണ്യദിനമാണ്. ഭാരതീയരും ക്രൈസ്തവരുമായ നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെ പുണ്യദിനമാണ്. ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ആശംസിക്കുകയാണ്. പരസ്പര ബന്ധിതവും പരസ്പര പൂരകവുമായ ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊള്ളുന്ന ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളുടെ സംഗമം
തികച്ചും അർത്ഥപൂർണമാണ്. പരിപൂർണമായ സ്വാതന്ത്ര്യത്തിൻ്റെയും സമഗ്രമായ വിമോചനത്തിൻ്റെയും അത്യുദാത്തമായ സന്ദേശമാണ് ഈ പുണ്യദിനം നമുക്ക് നൽകുന്നത്. തിന്മയെ ആത്യന്തികമായി ഉപേക്ഷിക്കുവാനുള്ള വിളിയാണ് നമുക്കുള്ളതെന്നും എല്ലാ തിന്മകളെയും നമ്മുടെ സമൂഹത്തിൽ നിന്നും നാട്ടിൽ നിന്നും നമ്മുടെ ഓരോരുത്തരെയും വ്യക്തി ജീവിതത്തിൽ നിന്നും ദൂരീകരിച്ച് പാവത്തിൻ്റെ അടിമത്തം ഉപേക്ഷിച്ച് ദൈവത്തിൽ സ്വതന്ത്രരാകുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം നമുക്ക് നൽകുന്നത്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത് പരിപൂർണ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. തൻ്റെ അമലോത്ഭവത്തിലൂടെ മറിയം പാവത്തിൻ്റെ മേൽ വിജയം വരിച്ചു. സ്വർഗാരോഹണത്തിലൂടെ മറിയം മരണത്തെ പരാജയപ്പെടുത്തി. ആത്മശരീരങ്ങളുടെ മഹത്വീകരണത്തിലൂടെ മറിയം സ്വർഗപ്രവേശനം അവളുടെ സഭയിലുള്ള സാന്നിധ്യത്തിൻ്റെയും മാധ്യസ്ഥത്തിൻ്റെയും ആരംഭമാണ്. മനുഷ്യമഹാ കുടുംബത്തില് പരിപൂർണമായ സ്വാതന്ത്ര്യം അനുഭവിച്ച ഏക വ്യക്തി പരിശുദ്ധ അമ്മയാണ്. അവള് ദൈവത്തിന് തന്നെ സമ്പൂർണമായി സമർപ്പിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിച്ചു. അതിന്റെ പ്രത്യുത്തരമാണ് അമ്മയിൽ നിന്നും പുറപ്പെട്ടത്, നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ എന്ന്. വചനത്തെ അംഗീകരിച്ച് ആദരിച്ച് ജീവിച്ചു. ഇതാണ് മറിയം തന്റെ ജീവിതത്തിൽ ചെയ്തത്. സമ്പൂർണമായ സ്വാതന്ത്ര്യം ഈ ലോകത്തില് ഒരു വ്യക്തിക്ക് അനുഭവിക്കണമെങ്കിൽ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന മാർഗവും കാണിച്ചു തരുന്ന മാതൃകയും മറ്റൊന്നുമല്ല. ദൈവത്തിന്റെ വചനം കേൾക്കുക, വചനം അനുസരിച്ച് പ്രവർത്തിക്കുക. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പരിശുദ്ധ അമ്മ പറഞ്ഞ വാക്കുകളും ഇത് തന്നെയാണ്. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുകയും. താബോർ മലയിൽ വെച്ച് ഇടിമുഴക്കത്തിന്റെ രൂപത്തിൽ മുഴങ്ങിക്കേട്ട ശബ്ദവും ഇത് തന്നെയാണ്. അവിടെ ഇടിമുഴക്കത്തിൽ നമ്മൾ കേൾക്കുന്നത് ഇപ്രകാരമാണ്: ഇവൻ എൻ്റെ പ്രിയപുത്രവൻ, ഞാൻ തിരഞ്ഞെടുത്തവൻ, ഇവന്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുകയും. അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ, സമഗ്രമായ വിമോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഇന്ന് നമ്മൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം കൂടി അനുസ്മരിക്കുകയാണ്. ശത്രുവിന്റെ രക്തം ചീന്തി നേടിയതെല്ലാം പ്രത്യുത സകല സമരങ്ങളുടെ വിജയമാണ് ഭാരത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മഹാത്മജിയും മറ്റു മഹാന്മാരുടെയും ആത്മചൈതന്യത്തിന്റെ വിജയമാണ് ഭാരത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സഹനവും ത്യാഗനിർഭരമായ ജീവിത ശൈലിയിലൂടെ ഏത് ശത്രുവിനെയും കീഴടക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ലോകത്തെ പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എനിക്ക് തോന്നുക സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ അർത്ഥം ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുവാനും ചെയ്യരുതാത്തത് അവസരോചിതമായി ചെയ്യാതിരിക്കുവാനുള്ള മനുഷ്യന്റെ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. നിർമ്മലമായ മനസ്സിന്റെ മികവുറ്റ കാഴ്ചപ്പാടാണിത്. ഇത് ദൈവത്തിന്റെ ദാനമാണ്. തെറ്റായ പ്രവണതകളെ ദേശവൽക്കരിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെതായ ആവശ്യങ്ങൾക്ക് വേണ്ടി, തൻ്റെതായ നേട്ടങ്ങൾക്ക് വേണ്ടി അസത്യത്തെ സത്യമാക്കുവാനും സത്യത്തെ അസത്യമാക്കാനും എല്ലാവിധ തിന്മകളോടും കൂട്ടുകൂടുവാനും സന്ധി ചെയ്യുവാനുമുള്ള ഒരു പ്രവണത വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ജീവിക്കുക. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് യേശുവിന്റെ സനാതന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ ക്രൈസ്തവരായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം ജീവിതത്തിൽ അനുഭവിക്കുവാനും നമ്മുടെ നാടിനെ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്വർഗാരോഹിതയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി
ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ സംസ്കരിക്കുന്നു. ജയ് ഭാരത്. താങ്ക് യു അച്ഛാ. അടുത്തതായി നമുക്ക് മുന്നിൽ എത്തുന്നു കാൽവരിക്കുന്നിൽ യാഗമായി മാറിയ ഈശോനാഥന്റെ കാലടികൾക്ക് താളം നൽകിക്കൊണ്ട് അലണ്ട കണ്ണാടിക്കര ആന്റി. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ. മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സരകളിൽ എന്നും വാഴുവാനായി മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സരകളിൽ എന്നും വാഴുവാനായി മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സരകളിൽ എന്നും വാഴുവാനായി കാൽവരിക്കുന്നിൽ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ. കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരണലീകണമേ നാഥ കനിവ് തോന്നണമേ കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരണലീകണമേ നാഥ കനിവ് തോന്നണമേ കാൽവരിക്കുന്നിൽ കാൽവരിക്കുന്നിൽ
കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ താങ്ക് യു ഫ്രണ്ട്സ്. മതബോധനത്തെ തന്റെ ഹൃദയത്തിനോട് ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കുന്ന ഏറെ ആദരണീയനായ രൂപത മതബോധന ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് കാട്ടിത്തുരുത്തിയിൽ അച്ഛനെ ഏറെ സ്നേഹത്തോടെ മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ചുണ്ടക്കര ഇടവകയുടെ ആദരണീയനായ വികാരിച്ചൻ ബഹുമാനപ്പെട്ട ജോയച്ച, അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട സന്തോഷച്ച, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട ജോർജ് സാർ, മതാധ്യാപകരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, 2 വർഷം മുമ്പ് വരെ നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനമൊക്കെ ആഘോഷിച്ചത് ത്രിവർണ പതാകയുടെ ചുവട്ടിൽ വന്ന് നിന്ന് സാരേ ജഹാംസെ അച്ഛ എന്നൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ പാടി പതാകയെ വന്ദിച്ച് നടത്തിയിരുന്ന വലിയൊരു ആഘോഷമായിരുന്നു. പക്ഷേ ഈ വർഷത്തിന്റെ പരിമിതി നിറഞ്ഞ സാഹചര്യം നമ്മളെ ഈ സ്വാതന്ത്ര്യ ദിനം ഓൺലൈൻ ആഘോഷത്തിലേക്ക് ഒതുക്കിയിരിക്കുകയാണ്. എങ്കിലും നിങ്ങളെല്ലാവരും ഇത് ഏറ്റവും മനോഹരമായി ആഘോഷിക്കുന്നതിൽ ഞാൻ നിങ്ങളെ അനുമോദിക്കുകയാണ്. ഇംഗ്ലീഷ് ചരിത്രകാരനായ റൊമെയ്ൻ റോളണ്ട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യർക്ക് അധിവസിക്കാൻ പറ്റുന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ പ്രദേശം ഇന്ത്യയാണ്. അതുകൊണ്ടാണ് നമ്മൾ സാരേ ജഹാംസെ അച്ഛ എന്നൊക്കെ പാടി ഈ രാജ്യത്തിന്റെ യശസ് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഭാരതത്തിന്റെ 75ാം സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇന്ന് ഈ സ്വാതന്ത്ര്യം നമ്മുടെ സ്വന്തമായി ലഭിക്കുന്നതിനു വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ജീവിതവും ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ബലിയർപ്പിക്കുകയും ചെയ്ത ധീരദേശാഭിമാനികളെ നമ്മൾ ഇന്ന് ഏറ്റവും സ്നേഹത്തോടെ ആദരവോടുകൂടെ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും പവിത്രമായ സ്മരണകൾക്ക് മുൻപിൽ നമ്മൾ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ഈ സ്വാതന്ത്ര്യം നമുക്ക് ഒത്തിരി അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ സമ്മാനിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ചിറകിലേറി ഓൺലൈനിൽ ആയിട്ട് പോലും നമ്മുടെ ഈ ആഘോഷങ്ങൾ കൊണ്ടാടുവാൻ നമ്മളെ സഹായിച്ചത് ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന സ്വാതന്ത്ര്യം തന്നെയാണ്. നമ്മൾ ഈ സ്വാതന്ത്ര്യം സ്വന്തമാക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, എന്റെ സ്വാതന്ത്ര്യത്തിന് മേൽ കൈകടത്താൻ ആർക്കും അവകാശമില്ല, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്റെ സ്വാതന്ത്ര്യം എന്നുള്ളൊരു ചിന്ത മനസ്സിനെ ഭരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് തെറ്റായ ഒരു ചിന്തയാണ്. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ കൂടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആദരണീയമായ വ്യക്തിത്വങ്ങളായി മാറുന്നത്. സ്വാതന്ത്ര്യം അതിന്റെ അർത്ഥപൂർണതയിൽ ആഘോഷിക്കുവാൻ നമ്മൾ പഠിക്കുന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമ്മൾ പഠിക്കുമ്പോഴാണ്. ഇന്നൊരു പക്ഷേ ധനസമ്പാദനത്തിനു വേണ്ടി, ജീവിതത്തിന്റെ സുഖ സന്തോഷങ്ങൾക്ക് വേണ്ടി ഈ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് സ്വന്തമാക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ഇന്ന് അധികാര കേന്ദ്രങ്ങളിൽ പോലും വിരാജിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മാധ്യമങ്ങളൊക്കെ അതിന്റെ കുഴലൂത്തുകാരായി മാറുന്നതും നമ്മൾ കാണുന്നുണ്ട്. മാതൃദേവോഭവ എന്ന് പ്രകീർത്തിച്ചിരുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. മാതൃദേവോഭവ എന്ന് പറഞ്ഞാൽ അമ്മ ദൈവത്തെ പോലെ പരിലസിക്കട്ടെ, ഭവിക്കട്ടെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഒരു സ്ത്രീയുടെ ജന്മം സാർത്ഥകമായി തീരുന്നത് അമ്മയായി, ദേവിയായി പരിണമിക്കുമ്പോഴാണ്. സ്നേഹത്തിന്റെ ത്യാഗബലികൾ അർപ്പിക്കുമ്പോഴാണല്ലോ മാതൃത്വം ദേവതുല്യമായി മാറുന്നത്. ദേവതുല്യമാകേണ്ട ഈ മാതൃത്വം ജീവിതത്തിന്റെ ചില നേട്ടങ്ങൾ സ്വന്തമാക്കിയെടുക്കുന്നതിന് തടസ്സമാണെന്ന് മാധ്യമങ്ങളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ പ്രഘോഷിച്ചുകൊണ്ട്
ജീവിതത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് മാതൃത്വം എന്നൊക്കെ ചിത്രീകരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ദുരുപയോഗത്തിലൂടെ നമ്മുടെ രാജ്യവും സംസ്കാരവും ധാർമ്മിക മൂല്യങ്ങളും ഒക്കെ കടന്നു പോവുകയാണ്. എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം അതിന്റെ പരിപൂർണതയിൽ ഉപയോഗിക്കേണ്ടത് എന്ന് പരിശുദ്ധി അമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ദിവസം. പരിശുദ്ധി അമ്മ ആത്മശരീരങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് 12-ാം പിയൂസ് പാപ്പ 1950 നവംബർ 1-ാം തീയതി മുനിഫിച്ചെന്റേസിമുസ് ദേവൂസ് എന്ന തിരുവെഴുത്തു വഴി പ്രഖ്യാപിക്കുകയുണ്ടായി. മാതാവ് ആത്മാവോടും ശരീരത്തോടും കൂടെ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്താണ് ഈ സ്വർഗാരോപണം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്വർഗാരോപണത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ മരണം എന്താണെന്ന് തിരിച്ചറിയണം. പാപത്തിന്റെ വേതനമാണ് മരണമെന്ന് റോമാലേഖനം 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പാപത്തിന്റെ ഫലമായിട്ടാണ് മരണം ലോകത്തിലേക്ക് കടന്നു വന്നത്. പാപമില്ലാതെ ജീവിച്ച പരിശുദ്ധി അമ്മ മരണത്തിന്റെ ബന്ധനങ്ങളില്ലാതെ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നുപോയി. പാപമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് മഹത്വത്തിലേക്കുള്ള വലിയൊരു കടന്നുപോക്കാണ്. ഒന്നാമതായി പുത്രനിലൂടെ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിമോചനം നേടുന്നത് എങ്ങനെയാണെന്ന് പരിശുദ്ധി അമ്മ നമുക്ക് കാണിച്ചു തരുന്നു. രണ്ടാമതായി മരണം പേടിക്കേണ്ട ഒരു ഭീകരതയൊന്നുമല്ല എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് പരിശുദ്ധി അമ്മയാണ്. ആർക്കാ മരണഭയം ഉണ്ടാകുന്നത്? പാപത്തിന്റെ അടിമകളായി ഈ ലോകത്തിൽ തന്നെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം വീണ്ടും മനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം കാലം മരണം എന്ന് പറയുന്നത് ഭീകരമായിട്ട് തോന്നും. മരണം വലിയ വേദനയായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന്. കാരണം പാപത്തിന്റെ അടിമത്തമില്ലാത്തവളെ സംബന്ധിച്ചിടത്തോളം മരണം പേടിക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ല. മരണം പേടിക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് ഈ സ്വർഗാരോപണം നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ വിശ്വാസ സത്യം. മൂന്നാമതായി ഈ സ്വർഗാരോപണം നമ്മളെ പഠിപ്പിക്കുന്ന വിശുദ്ധ സത്യം ഇതാണ്: സാത്താന്റെ തല തകർക്കുന്നവളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ദുഃഖ ദുരന്തങ്ങളൊന്നും അവളുടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ അതിനെ കീഴടക്കാനുള്ള ഒരു മനഃശക്തി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, നമ്മളൊക്കെ വിശ്വാസ പരിശീലനം നടത്തുന്നത് പരിശുദ്ധി അമ്മയെ പോലെ പുത്രനിലൂടെ ലഭിച്ച രക്ഷാകരമായ എല്ലാ അവകാശങ്ങളും സ്വന്തമാക്കിയെടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക്, ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിലേക്ക്, ഏറ്റവും വലിയ ആനന്ദത്തിലേക്ക് കടന്നു ചെല്ലണമെന്നുള്ള ഉത്തമ ലക്ഷ്യബോധത്തോടു കൂടെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ധാർമ്മിക മനസാക്ഷി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈശോയുടെ രക്ഷാകരമായ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് കൂദാശകളുടെ വരപ്രസാദത്തിലൂടെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നത്. പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണം സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിരിപ്പിക്കട്ടെ. സ്വർഗീയ വഴിയെ യാത്ര ചെയ്യുവാൻ പരിശുദ്ധി അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. അമ്മയുടെ മാധ്യസ്ഥവും മാതൃകയും നമ്മളെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് എത്തിച്ചേർക്കുവാനുള്ള വലിയൊരു പ്രചോദനമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ ദിവസത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും സ്വർഗാരോപണ തിരുനാളിന്റെയും എല്ലാവിധ മംഗളാശംസകളും ചുണ്ടക്കര ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. കാതുകൾക്ക് ഇമ്പം വെക്കാൻ ഒരു ഗീതമായാലോ? അടുത്തതായി നമുക്ക് മുന്നിൽ പരിശുദ്ധ അമ്മയുടെ മധുരമുള്ള ഗാനമായി എത്തുന്നു അമയ വള്ളോപ്പള്ളി.
എലിസബത്ത് അർക്കൽ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ച, കൊച്ചച്ച, സിസ്റ്റേഴ്സ്, മത അധ്യാപകരെ, പ്രിയ ഇടവക അംഗങ്ങളെ, എല്ലാവർക്കും ഈശോയിൽ സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 15, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് നാം മോചിതരായിട്ട് 75 വർഷങ്ങൾ. ആദ്യമായി തന്നെ ഭാരതാംബയുടെ സ്വാതന്ത്ര്യത്തിനായി സ്വജീവിതം ഹോമിച്ച അനേകം സമര നേതാക്കളുടെയും തീരദേശാഭിമാനികളുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. അധിനിവേശത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിലേക്ക് പറന്നുയർന്ന സുദിനമാണ് 1947 ഓഗസ്റ്റ് 15. ഭാരതീയരായ നാം ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം ആചരിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മറ്റൊരു സന്തോഷകരമായ സുദിനം കൂടിയാണ് ഓഗസ്റ്റ് 15. ആത്മശരീരങ്ങളോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാൾ ദിനം. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയം അവളുടെ ഭൗമിക ജീവിതം പൂർത്തിയായപ്പോൾ ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. അവിടെ അവൾ തന്റെ പുത്രന്റെ പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേരുകയും അവിടുത്തെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെ പുനരുദ്ധാനം മുൻകൂട്ടി അനുഭവിക്കുകയും ചെയ്യുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി: വീട്ടിലേക്ക് മടങ്ങി വരാനുള്ള മക്കളെ കാത്തിരിക്കുന്ന അമ്മയെ പോലെ മറിയം സ്വർഗത്തിൽ നമ്മയും കാത്തിരിക്കുകയാണ്. അന്യയുടെയും യവാക്കിമേന്റെയും മകളായി പാലസ്തീനായുടെ ഒരു കോണിൽ ആരാലും അറിയപ്പെടാതെ ജനിച്ച മറിയം എന്ന പെൺകുട്ടിയെ ദൈവപുത്രന്റെ മാതാവായി ദൈവം തിരഞ്ഞെടുത്തു. അവളുടെ ജീവിത വഴികൾ പൂക്കൾ വിരിച്ചതായിരുന്നില്ല, കാൽവരി കുരിശോളം നീണ്ട മുള്ളുകൾ നിറഞ്ഞ ജീവിതയാത്രയായിരുന്നു. COVID-19 എന്ന മഹാമാരിയുടെ പ്രത്യാഘാതങ്ങൾ നാം അനുഭവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ നമുക്ക് അഭയം തേടാം. ജയമാല മണികളാൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കോർത്തെടുക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെയും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ഹെലൻ ചേച്ചി. നൃത്തത്തിലെ താളത്തെ ജീവിതതാളവുമായി ലയിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലെത്തുന്നു സ്നേഹ ആൻഡ് സാന്ദ്ര ചൂരത്തൊട്ടി.
താങ്ക് യു കൂട്ടുകാരെ. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ട് ഒരു കവിതാ പാരായണവുമായി നമുക്ക് മുന്നിൽ ആലിയ ഒറ്റപ്പിളക്കും. കവിത. അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ വരുന്നുണ്ടിന്നു വരുന്നുണ്ടുച്ചയോടെത്തുമെന്നമ്മ ചൊല്ലി. എപ്പോഴുമേറെ ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെന്റെ കരഞ്ഞു ചൊല്ലി. അച്ഛൻ വരുന്നുണ്ടിന്നു വരുന്നുണ്ടുച്ചയോടെത്തുമെന്നമ്മ ചൊല്ലി. എപ്പോഴുമേറെ ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെന്റെ കരഞ്ഞു ചൊല്ലി. വീട്ടുപറമ്പിലെ മാവിൻ്റെ കൊമ്പുകൾ വെട്ടി മുറിക്കുന്നതെന്തിനമ്മേ? വേനലവധിക്കച്ഛൻ വരും നേരം വേറെ വീടു ഞാൻ കെട്ടിയാടും. അച്ഛൻ്റെ ചിത്രം പത്രത്തിലെന്തിന്ന് അച്ചടിച്ചിങ്ങനെ വന്നതമ്മേ? കണ്ടിരുന്നോ അമ്മ തൊട്ടു മുകളിൽ വണ്ടികൾ പൊട്ടി പൊളിഞ്ഞ ചിത്രം? അച്ഛൻ വരുന്നെന്നറിഞ്ഞിട്ടുമിന്നമ്മ ഉച്ചയൂണിന്റെ ഒരുക്കാത്തത്. വേഗമൊന്നെന്നച്ഛൻ വന്നിരുന്നെങ്കിൽ ഭാര്യയെടുത്തെന്നെ ഊട്ടിയേനെ. കാശ്മീരിനെ പറ്റി അച്ഛൻ പറഞ്ഞു. കൗതുകം കൊണ്ടു ഞാൻ വാ പൊളിച്ചു. മഞ്ഞുമലകൾ നിറഞ്ഞൊരു സ്വർഗം മോഹിച്ചു പോയതു കേട്ട നേരം. എന്തിനാണച്ഛൻ നമ്മെ തനിച്ചാക്കി എന്നും ആ സ്വർഗത്തിൽ ചെന്നിരിപ്പു? ഇനി നമ്മളില്ലാതെ പോകുവാനാണ് ഇടികൊടുക്കാതെ വിടരുതമ്മേ. അച്ഛനെ പോലെ വസ്ത്രം ധരിച്ച് ആരൊക്കെയാണ് വരുന്നതിങ്ങ്? ഇന്ത്യൻ പതാക കൊണ്ടു പുതപ്പിച്ച ഇത്രയും പോന്നൊരു പെട്ടിയുമായി അമ്മയുടെ കുമ്പേലെ കുഞ്ഞുവാവയ്ക്ക് അച്ഛനായി വെച്ച സമ്മാനമാവും. അച്ഛൻ വരുന്നെന്ന് ചൊല്ലിയിട്ടെന്തേ അച്ഛനെ മാത്രം കാണാത്തത്? അച്ഛൻ വരുന്നെന്ന് ചൊല്ലിയിട്ടെന്തേ അച്ഛനെ മാത്രം കാണാത്തത്? താങ്ക് യു ആലിയ. അടുത്തതായി നമുക്ക് മുന്നിൽ ഒരു അടിപൊളി ഡാൻസുമായി രംഗത്തെത്തുന്നു ആൻ മരിയ ആന്റി. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 கவலைப்படாத. அற்புதங்கள் குவிய போகுதே அற்புதங்கள் குவிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது. சூப்பர் நேச்சுரல் ஆண்டு. சூப்பர் நேச்சுரல் ஆண்டு இது. சூப்பர் நேச்சுரல் ஆண்டு.
அற்புதங்கள் செஞ்சிடுமே எங்க சந்ததி. தடையெல்லாம் தாண்டி படியெல்லாம் ஓட்டி ஏறே ஏறே மேலே ஏறே. தடையாய் நிற்கும் இரும்பு கதவே தானாகவே திறக்க போகுதே. தடையாய் நிற்கும் இரும்பு கதவே தானாகவே திறக்க போகுது. கேள்விப்படாத ஐஸ்வர்யங்கள் கேள்விப்படாத ஐஸ்வர்யங்கள் உன் கதவை தட்ட போகுதே. உன் களஞ்சியங்கள் நிரம்ப போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. താങ്ക് യു ഫ്രണ്ട്സ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഊർജ്ജസ്രോതസ്സായിരുന്ന ഗീതം പ്രശസ്ത കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ രചനയ്ക്ക് ചുവടുവെക്കുന്നു നമ്മുടെ പ്രിയ കൂട്ടുകാർ. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമലാം മാതരം വന്ദേ മാതരം. രേ 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 പമാഗരേ നീദപ നിസരി മഗരി മപനിദപ मबनी जरी हो मारे या कोई मारे ना. यहाँ अपनी भी थोड़ी अदा थोड़ा अंदाज है. ऐसे हैं चाहे वैसे हैं, अरे जो भी है जैसे है, खुद पे हमें नाज है. जाने ना हमको ये जमाना, चाहो तो हमको आजमाना. यार बाज हम जान साज हम इश्क बाज दिल वाले, कहते हैं हमको प्यार से इंडिया वाले. छू लेते दिल के तार से इंडिया वाले, हर जीत छीन ले हार से इंडिया वाले. दुश्मन के छक्के छुड़ा दे हम इंडिया वाले, दुश्मन के छक्के छुड़ा दे हम इंडिया वाले. പാരട്ടെ പാരട്ടെ ത്രിവർണ്ണ പതാക പാരട്ടെ. പാടിടാം പാടിടാം ജയ ജയ ഗീതികൾ പാടിടാം. സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ. സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ തൂകട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു സന്തോഷച്ച. ഈ പുണ്യദിനത്തിന്റെ ആഘോഷ പരിപാടികളുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അനേകം കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാനായി എത്തുന്നു ശില്പ അരമ്പുള്ളി. പ്രിയമുള്ളവരെ, മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും സ്വാതന്ത്ര്യ ദിനവുമാണല്ലോ നാം ഇന്നിവിടെ ആഘോഷിക്കുന്നത്. ഓരോ ഭാരതീയ കത്തോലിക്കനെ സംബന്ധിച്ചും ഓഗസ്റ്റ് 15 രണ്ടമ്മമാരുടെ ഓർമ്മ തിരുനാളാണ്. ഓരോ ഭാരതീയ കത്തോലിക്കനെ സംബന്ധിച്ചും ഓഗസ്റ്റ് 15 രണ്ടമ്മമാരുടെ ഓർമ്മ ദിനമാണ്.
2 നൂറ്റാണ്ടുകളോളം ഭാരതത്തിന്റെ അടിമച്ചങ്ങലയിൽ കഴിഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് മിഴിതുറന്ന ഭാരതാംബയുടെ ദിനം. മംഗളവാർത്ത മുതൽ സ്വർഗാരോപണം വരെ ദൈവഹിതങ്ങളുടെ മുൻപിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന ഹൃദയഭാവത്തോടെ നിന്ന പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം സ്വർഗത്തിലേക്ക് ഉയർത്തിയ ദിനം. ഇന്നേ ദിവസം മാതാവിന്റെ മാധ്യസ്ഥത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഇന്നേ ദിവസം സ്വാതന്ത്ര്യ ദിനത്തിന്റെയും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും ആഘോഷിക്കുവാനായി ഒരു ദിവസം ഒരുക്കി തന്നതിന് സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഈ ഓൺലൈൻ പരിപാടിക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പങ്കെടുക്കുകയും മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്ത രൂപത മതബോധന ഡയറക്ടർ ഫാദർ തോമസ് കാട്ടുതുരുത്തിയിലച്ചന് ചുണ്ടക്കര ഇടവകയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. ഈ ഓൺലൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ ഇടവകയുടെ അമരക്കാരൻ നമ്മുടെ വികാരിയച്ചൻ ഫാദർ ജോയ് പുലങ്ങുന്നലച്ചന് നന്ദിയുടെ നർമ്മലരുകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുകയും ഊർജ്ജസ്വലമാക്കി തീർക്കുകയും ചെയ്ത നമ്മുടെ സന്തോഷത്തിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. സൺഡേ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അക്ഷീണം പ്രവർത്തിക്കുകയും ഈ പരിപാടിക്ക് സ്വാഗതം അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്ത നമ്മുടെ സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ജോർജ് കുട്ടി സാറിന് ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുകയും കുട്ടികളെ കലാപരിപാടികൾക്കായി ഒരുക്കുകയും ചെയ്ത നമ്മുടെ ഇടവകയിലെ എല്ലാ സിസ്റ്റേഴ്സിനും മതാധ്യാപകർക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് ഇന്നേ ദിവസം കലാപരിപാടികൾ അവതരിപ്പിച്ച എല്ലാ കൊച്ചു കലാകാരന്മാർക്കും കലാകാരികൾക്കുമാണ്. ഇന്നേ ദിവസം വളരെ മനോഹരമായി ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ച എല്ലാ കൊച്ചു കൂട്ടുകാരെയും നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് ഇന്നേ ദിവസം ആങ്കറിംഗ് ചെയ്ത കൊച്ചു കൂട്ടുകാരായ ആൽജനും ലീതയ്ക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. വളരെയധികം തിരക്കുകൾക്കിടയിലും ഈ ഓൺലൈൻ പരിപാടിയുടെ റെക്കോർഡിങ്ങും എഡിറ്റിംഗും നടത്തിയ ദീപക് കുറവനാന്തടത്തിലിനെയും സുഹൃത്തുക്കളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായി നന്ദി പറയുന്നത് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളേവർക്കുമാണ്. ഞങ്ങളുടെ പരിപാടികൾ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നും നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും സ്വാതന്ത്ര്യ ദിനത്തിന്റെയും മംഗളങ്ങൾ ഏവർക്കും നേരുന്നു. താങ്ക് യു ശില്പ ചേച്ചി. ഒരിക്കൽ കൂടി ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും പരിശുദ്ധാത്മയുടെയും സ്വർഗാരോപണ തിരുനാളിന്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് ബൈ ബൈ.